ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് മോൻ്റെ PTA ആണ്. പിന്നെ വീട്ടിലെ ചില ചെറിയ ചെറിയ വിശേഷങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. രാവിലെ എണീച്ച് കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ പതിവുപോലെ ഞാൻ രാവിലെ എണീച്ച് മുറ്റത്തൊക്കെ നടന്നപ്പോഴത്തേക്ക് മോൻ എണീച്ച് വന്നു. അവന് എണീച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി നേരം അവൻ്റെ കൂടെ ഇങ്ങനെ അവനെ എടുത്തുകൊണ്ട് ഇങ്ങനെ കൊഞ്ചിച്ചൊക്കെ നടക്കുന്നത് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അതെനിക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. കുഞ്ഞിൻ്റെ കൂടെ ചിലവാക്കുന്ന ഈ ഒരു സമയം വളരെ റിഫ്രഷിംഗ് ആയിട്ട് എനിക്കെന്നും തോന്നാറുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം അവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് അല്ലെങ്കിൽ ഇങ്ങനെ മടി വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നടന്നപ്പോൾ കോവയ്ക്ക വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അവനും ഞാനും കൂടെ അതിങ്ങനെ ഓരോന്നും പറിച്ചെടുത്തു. കോവയ്ക്ക മെഴുക്കുരുട്ടി വയ്ക്കുന്നത് മഹിമോന് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ പറിക്കുന്നത് കണ്ടപ്പം പുള്ളിക്കാരനും പറിക്കണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ കുറച്ച് കോവയ്ക്കൊക്കെ നിന്നത് പറിച്ചെടുത്തു. ഒത്തിരി കൃഷിയൊന്നുമില്ല, എന്നാലും കോവല, വെണ്ട, ചീനി അങ്ങനെ ഇച്ചിരി ഇച്ചിരി നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. ഇളഞ്ഞ കോവയ്ക്കൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് 2-3 വെണ്ടയ്ക്കയും കൂടെ നിൽക്കുന്നത് കണ്ടത്. അപ്പം അതും അവന് മെഴുക്കുവരട്ടി വെച്ചാൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് പറിച്ച് അവൻ ചെറിയതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ആ വെണ്ടയ്ക്ക വേണ്ട, അത് കുഞ്ഞു വെണ്ടയ്ക്ക എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു തരുക. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നമ്മൾ അടുക്കളയുടെ പുറത്താണ് ഞാൻ ചോറൊക്കെ വയ്ക്കുന്നത്. അകത്ത് പുകയെടുപ്പാണ്, അത് കത്തിക്കുന്നതിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ല. എനിക്കിങ്ങനെ സാധാ അടുപ്പ് കത്തിക്കാനാണ് ഇഷ്ടം. അപ്പം ചോറ് വയ്ക്കുന്നതും വെള്ളം തിളപ്പിക്കുന്നതും ഒക്കെ നമ്മൾ ഈ അടുപ്പിലാണ്, സാധാ അടുപ്പിൽ. അതിന് വേണ്ടിയിട്ട് 2-3 കട്ടയൊക്കെ, 2-3 കുറച്ച് കട്ടയൊക്കെ പറക്കി അടുക്കി വെളിയിൽ തന്നെ ഇങ്ങനെ ഒരു അടുപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ രാവിലെ എണീച്ച് വന്ന് അടുപ്പൊക്കെ കത്തിച്ചു, അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോയി 2 കപ്പ എടുത്തുകൊണ്ട് വന്നു, 1 മൂട് കപ്പ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഉച്ചയ്ക്കത് വേവിക്കാമെന്നിങ്ങനെ വിചാരിച്ചു. മീനുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കപ്പ വേവിക്കാമെന്ന്. അത് അടുപ്പൊക്കെ കത്തിച്ച് നേരെ ഞാൻ വന്നത് അടുക്കളയിലേക്കായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണെന്ന്. വളരെ കനം കുറച്ച് ചുടുന്ന ദോശ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ നല്ല വീതിയിൽ കനം കുറച്ച് ദോശ ഉണ്ടാക്കിയെടുത്തു. കൂടെ ചായ ഇട്ടു. ദോശയ്ക്കിന്ന് കറിയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പൊട്ടുകടല വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഇത്തിരി ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, 2 കാന്താരി, പിന്നെ കുറച്ച് പൊട്ടുകടല ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. ശേഷം തേങ്ങയും അതിൻ്റെ കൂടെ ഉപ്പും
പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഒരു ഇച്ചിരി എരി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അരച്ച് നല്ല പേസ്റ്റായിട്ട് എടുത്തിട്ട് കടുക് വറുത്ത് അതിലേക്ക് നമ്മുടെ ഈ അരച്ചെടുത്ത കൂട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് ഞാനൊന്ന് നന്നായിട്ട് ചൂടാക്കി. ഇത് തിളയ്ക്കാൻ പാടില്ല, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് മഹിമോന് രാവിലെ ഒരു ദോശ, അവർക്ക് സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എന്തെങ്കിലും ഇച്ചിരി കൊടുത്തു വിടാറുണ്ട്. അങ്ങനെ അവന് കാപ്പി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ദോശയൊന്നും വെറുതെ എടുക്കുന്നത് എൻ്റെ ഒരു സമാധാനത്തിന് എടുക്കുന്നതാണ്. അങ്ങനെ ദോശയൊക്കെ രാവിലെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്കാരന് ഇന്ന് മൊബൈലും കണ്ടാണ് കഴിക്കുന്നത്. അങ്ങനെ മോനെ സ്കൂളിൽ വിടാനായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് രാവിലെ റെഡിയാക്കി. ഈ യൂണിഫോം ഇടുന്നത് അവന് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനെ ഇത് വേണ്ട അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായി ഇടുന്നത് തന്നെ. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ യൂണിഫോം തയ്പ്പിച്ചപ്പോൾ പാൻ്റല്ല നിക്കറാണ് തയ്പ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിക്കർ ഇട്ടുകൊണ്ട് നടക്കുന്നത് പുള്ളിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ആ യൂണിഫോം ഇടുന്നതിൻ്റെ ഒരു മ്ലാനതയാണ് മുഖത്ത്. പിന്നെ മുടിയൊക്കെ ചീവി. എല്ലാ അമ്മമാർക്കും ഈ ഒരു ഹെയർ സ്റ്റൈലല്ലേ എപ്പോഴും ഇടുന്നത്. അങ്ങനെ ഇട്ട് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡിയായി സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. നമ്മുടെ വീടിൻ്റെ ഒരു ഇച്ചിരി മുമ്പിലായിട്ട് മെയിൻ റോഡുണ്ട്. അപ്പോൾ ഒരു ഇട റോഡ് കയറി വേണം മെയിൻ റോഡിലോട്ട് വരാൻ. അപ്പോൾ അവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട്. 9:45 ആകുമ്പോഴത്തേക്കാണ് പിന്നീട് വണ്ടി വരുന്നത്. 9:30 ആകുമ്പോഴേ ഞങ്ങൾ അവിടെ ഇറങ്ങി നിൽക്കും. അപ്പോൾ അവിടെ നിന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇത് എന്താണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതെടുത്തിട്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ പൊട്ടിക്കുന്നൊരു ശീലമുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും. അങ്ങനെ മോനെ കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ ദോശ കഴിച്ചു. മോൻ പോയി കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു നിശബ്ദതയാണ് വീട്ടിൽ. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ വല്ലാതൊരു വിഷമം വരും പെട്ടെന്ന്. എങ്കിലും ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷമമൊക്കെ അങ്ങ് മറന്നു പോകും. ആ മറന്നു പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ ജോലികൾ കണ്ടെത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ശീലം. അങ്ങനെ കുറച്ച് മഞ്ഞളുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിലത്തിടാമെന്ന് കരുതി ഞാനിങ്ങനെ അതൊക്കെ പുഴുങ്ങിയതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തു. പക്ഷേ അത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് പുഴുങ്ങിയ വീഡിയോ ഒന്നും ഇടുന്നില്ല. പിന്നെ അതെല്ലാം അരിഞ്ഞെടുത്ത് ഉണങ്ങാനായിട്ടിട്ടു. ഇത് ഉണങ്ങി വരുമ്പോൾ ഒട്ടും കാണത്തില്ല. എങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാവുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ശുദ്ധമായിട്ടുള്ള സാധനം കഴിക്കാമെന്നുള്ളൊരു ആശ്വാസമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്താണെങ്കിലും മോന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് നേരത്തെ കുളിക്കണം. അപ്പം കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഞാനിങ്ങനെ കാച്ചിയ എണ്ണ തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട്. ചൂടാക്കി തേക്കും. ഈ കാച്ചിയ എണ്ണയെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാച്ചെണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോങ് വീഡിയോസ് എടുത്തില്ല. ഇനി അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ലോങ് വീഡിയോ എടുക്കാം. എണ്ണ കാച്ചുന്നതിൻ്റെ ലോങ് വീഡിയോ എടുക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണയാണിത്. അത് കഴിഞ്ഞ് എണ്ണയൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് വന്ന കപ്പ പൊളിച്ചു. അത് വേവിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ട് സ്കൂളിൽ പോകാമെന്ന് വിചാരിച്ചു. അതങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
കപ്പ അങ്ങനെ വെട്ടിയെടുക്കാൻ എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല, എങ്കിലും നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അരിഞ്ഞ് ഒക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി അടപ്പത്ത് വെക്കുന്നതാണ്. കപ്പ അടപ്പേ വെച്ചതിന് ശേഷം ഞാൻ ഇച്ചിരി മീൻകറി വെക്കാമെന്ന് കരുതി. അങ്ങനെ അരപ്പിനകത്തോട്ട് പുളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്ത് അടച്ചു വെച്ചു. മീനിൻ്റെ അരപ്പ് അടുപ്പിലോട്ട് വെച്ചപ്പോഴത്തേക്കും കപ്പ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വേവുമ്പോഴത്തേക്കും നമ്മുടെ മീനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് പറ്റി പാകമായി. അങ്ങനെ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഞാൻ മീൻകറി മാറ്റി വെച്ചു. ശേഷം കപ്പ ഊറ്റി അതിനകത്തോട്ട് നമ്മുടെ അരപ്പും ഉപ്പും ഒക്കെ ചേർത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചു. പണ്ടൊക്കെ കപ്പയും ചക്കയൊക്കെ ഇളക്കുന്നതിനൊരു പ്രത്യേക ഒരു മടലൊക്കെ വെച്ചിട്ട്, മടല അല്ലെങ്കിൽ മുളയൊക്കെ വെച്ചിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും നമ്മുടെ വീട്ടിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി പരത്തുന്ന ആ ഒരു കമ്പ് വെച്ചിട്ട് ഇതൊന്ന് കുത്തിപ്പൊടിച്ചതിന് ശേഷം പിന്നെ വലിയ കനമുള്ളൊരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷം ഞങ്ങൾ റെഡിയായി. മോൻ്റെ സ്കൂളിലോട്ടുള്ള യാത്രയാണിത്. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബൈക്കിൽ പോകുന്ന യാത്രകൾ ഞാൻ എപ്പോഴും ആസ്വദിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. മോനെ നോക്കിയപ്പോഴത്തേക്ക് കണ്ടില്ല. ബാക്കി കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുകയും കുറച്ച് പേരൊക്കെ ക്ലാസ്സുകളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് PTA സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കളെല്ലാം കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് മോൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പള് അജിത ടീച്ചർ. വളരെ നല്ലൊരു ടീച്ചറാണ്. വളരെ സ്നേഹത്തോടെയാണ് നമ്മുടെ അടുത്ത് എപ്പോഴും സംസാരിക്കുന്നതൊക്കെ. നേഴ്സറിയിലെ കുട്ടികളുടെ എല്ലാ പരിപാടിയും, ഏത് പരിപാടി, കുഞ്ഞുങ്ങളുടെ എന്താ അമ്മമാർക്കറിയാമല്ലോ, അവരെ വീട്ടിൽ വന്ന് കളിക്കുന്ന കഴിവുകളൊക്കെ അത് വെച്ച്. മോൻ്റെ സ്കൂളിൽ ബാലോത്സവം നടക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ബാലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തൊട്ടടുത്തേക്കുന്നത് മോൻ്റെ LKGയിലെ ടീച്ചറാണ്, ശ്രീലത ടീച്ചർ. നമ്മുടെയൊക്കെ ലൈഫിൽ എത്ര ടീച്ചേഴ്സ് വന്നു പോയാലും അംഗൻവാടിയിലും LKGയിലും ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ഇത് ശ്രീലത ടീച്ചറും പിന്നെ മഞ്ജു ടീച്ചറും, ഇത് രണ്ടുമാണ് മഹിമോൻ്റെ LKGയിലെ ടീച്ചേഴ്സ്. നമ്മുടെ അമ്മമാർ നമ്മളെ സ്നേഹിക്കുന്നതിന് ശേഷം ആദ്യം നമ്മളിലേക്ക് കടന്നു വരുന്ന ടീച്ചേഴ്സാണ് ഇവരൊക്കെ. അവർക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം നമ്മൾ വളർന്നു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. മഹിമോനും വളർന്നു വലുതായതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നല്ല ടീച്ചർമാരായി ഇവരും മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനിടയ്ക്ക് കുഞ്ഞിൻ്റെ മാർക്ക് ലിസ്റ്റ് തന്നായിരുന്നു. പിന്നെ എല്ലാവരെയും അച്ഛനും അമ്മയൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷം എല്ലാ കുട്ടികളുടെ മുഖത്തുണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് നമ്മളെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. അത് നമ്മൾ നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കണ്ടാൽ തന്നെ മനസ്സിലാവുകയുള്ളൂ. പുള്ളിക്കാരന് വീഡിയോ വരാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടി പോകുന്നത്. വീഡിയോ എടുക്കുകയാണെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഓടി പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ PTA ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന കാഴ്ചയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.